കേരളത്തിലെ മാധ്യമങ്ങൾ പൊതുവെ കേന്ദ്ര സർക്കാർ വിരുദ്ധമാണ്. അന്ധമായ BJP വിരുദ്ധ നിലപാടുള്ളവരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും. പക്ഷെ ചിലപ്പോഴൊക്കെ അവർക്ക് ചില ബോധോദയം വരാറുണ്ട്. അത്തരത്തിൽ ഒരു ബോധോദയം കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസ് അവറിൽ നടന്ന ചർച്ചയ്ക്കിടെ അവതാരകൻ വിനു വി ജോണിന് ഉണ്ടായി. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇന്ന് നിർമ്മലാ സീതാരാമൻ കേരള ഹൗസിലെത്തിയ ദൃശ്യങ്ങൾ തത്സമയം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തിൻ്റെ ധനമന്ത്രിയാണ്. അവർ വരുന്ന വാഹനമാണ് കാണുന്നത്. 10-12 ലക്ഷം മാത്രം വിലയുള്ള മാരുതിയുടെ സിയാസ് കാറിലാണ് രാജ്യത്തിൻ്റെ ധനമന്ത്രി വരുന്നത്. ദില്ലിയിൽ പോകുമ്പോൾ നമുക്കെല്ലാം അറിയാം, കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരിൽ മിക്കവാറും എല്ലാവരും ഇതുപോലെയുള്ള വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത്. പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും തീർച്ചയായും പ്രതിരോധ മന്ത്രിക്കും അതിൽ നിന്ന് വ്യത്യസ്തമായ വാഹനങ്ങൾ ഉണ്ടാവാം. ഇതാണ് എല്ലാ ക്യാബിനറ്റ് മന്ത്രിമാരുടെയും വാഹനം. കേരളത്തിലൊന്ന് ആലോചിച്ച് നോക്കൂ. മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷന്മാർ മുതൽ സർവ്വ കോർപ്പറേഷൻ്റെയും ബോർഡിൻ്റെയും അധ്യക്ഷന്മാർ മുതൽ സംസ്ഥാനത്തെ മന്ത്രിമാർ വരെ 30-35 ലക്ഷം, ഇതിൻ്റെ 3 ഇരട്ടി വിലയുള്ള ഇന്നോവ കാറുകളിൽ, ഇതിൻ്റെ 3 ഇരട്ടി പരിപാലന ചെലവുള്ള വണ്ടികളിൽ സഞ്ചരിക്കുന്നു. ഇനി മന്ത്രിമാർ കഴിഞ്ഞ് അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ വരെ ഇതുപോലെയുള്ള വാഹനങ്ങളിലാണ് സഞ്ചരിക്കുന്നത്.